ഹായ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ഫെബ്രുവരി 2025 DNS അതായത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് കമ്പനീസ് ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കമ്പനിയിൽ അപ്ലൈ ചെയ്യണം, ഏതൊക്കെയാണ് നല്ല കമ്പനീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇത് മറൈൻ ട്രാവലറും അതേപോലെ ഓർക്കാസ് അക്കാഡമിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെ കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ട, ഏതൊക്കെ കമ്പനിയാണ് കൂടുതൽ ഷിപ്പ് ഉള്ളത്, എവിടെയൊക്കെ ബേസ്ഡ് ആണ് ഈ കമ്പനികൾ, കാര്യങ്ങളിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകും. അപ്പം വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഫസ്റ്റ് അപ്പം നമുക്ക് ഗ്രേറ്റ് ഈസ്റ്റേൺ എടുക്കാം. അപ്പം ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ ഫോം ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഈ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ഈസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു അക്കാഡമിയാണ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡീസ്. ഇത് ലോണാവാലയിലാണ് സിറ്റുവേറ്റ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് അവരെ സ്വന്തം കമ്പനിയായിട്ടുള്ള, അതായത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് പ്ലേസ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്. ഷിപ്പിംഗ് കമ്പനിയിലേക്ക് അതുകൂടാണ്ട് അവർക്ക് പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കമ്പനീസ് ഓരോ വർഷവും, അതായത് ഓരോ ബാച്ചിലേക്കും ഇവർ ഇൻറ്റേർണലി വന്നിട്ട് അവിടുന്ന് പ്ലേസ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ഈസ്റ്റേൺ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പം അതേപോലെ തന്നെ ഈ ബാക്കി ലൈഫ്, MSC, ടോം, ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, ഗുഡ്വുഡ്, സീസ്പാൻ, ബെർണാഡ്, സ്കോർപിയോ, മാർഷൽ, അതേപോലെ വാലൻ ഷിപ്പിംഗ്, ഇതെല്ലാം പുറത്തുനിന്ന് എക്സ്റ്റേണൽ വരുന്ന കമ്പനിയാണ്. പക്ഷേ ഇവരെ പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സാണ്. അപ്പം നല്ലൊരു കമ്പനിയാണ്, അതായത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സ്പോൺസർഷിപ്പിന് വേണ്ടി കൊടുക്കുക. ഓൾറെഡി ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഗ്രേറ്റ് ഈസ്റ്റേൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഓൾഡസ്റ്റ് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആൻഡ് ഓഫേഴ്സ് എ ബ്ലെൻഡ് ഓഫ് ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. അപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് എല്ലാം കൊണ്ടും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സമുദ്ര മാരിടൈം ഓഫ് സ്റ്റഡീസ്, സിംസ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഇവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പിള്ളേർക്ക് 100 പ്ലേസ്മെൻറ്റ് ഇൻ ഹൗസ് പ്ലേസ്മെൻറ്റ് ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ 100 പ്ലേസ്മെൻറ്റ് ഇവർ കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടൊരു ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയിലേക്കാണ് ഇവർ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. പണ്ട് കുറച്ച് ഒരു ലാഗ് ഉണ്ടായിരുന്നു ഇവരെ പ്ലേസ്മെൻറ്റും, അതേപോലെ വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ ഓരോ ഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള, അതിലൊരു ചെറിയൊരു ലാഗ് വന്നായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ സ്പീഡാണെന്ന് കേട്ടു. ഞാൻ 2017 to 2018 പീരീഡിൽ 1 year ഒക്കെ വെയിറ്റിംഗ് വന്നതായിട്ട് കേട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റിംഗ് ഒന്നും ഓവറില്ല. ഇവർക്ക് അറൗണ്ട്, എനിക്ക് തോന്നുന്നു 150 അറൗണ്ട് ഷിപ്സ് ഉണ്ട്. അപ്പം ഈ കമ്പനിയും നല്ല കമ്പനിയാണ്. സിംസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. ലിങ്ക് സ്ക്രീനിലുണ്ട്, അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് IMI നോയിഡ. ഓക്കെ, IMI നോയിഡ എന്നത് ഇന്റർനാഷണൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് നോയിഡയിലാണ് സിറ്റുവേറ്റ് ചെയ്തത്. അപ്പം ഇവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഷിപ്പിംഗ് കമ്പനികളല്ല, അവിടേക്ക് സെവറൽ ഷിപ്പിംഗ് കമ്പനി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം അവിടേക്ക് മെയിനായിട്ട് വരുന്നത് മേഴ്സ്ക് ലൈൻ, മേഴ്സ് ടാങ്കേഴ്സ്, MSC, ഫ്ലീറ്റ്, അതേപോലെ PIL, ഡോക്കൻഡെയിൽ, സിനർജി, VR മാരിടൈം, V ഗ്രൂപ്പ്, ഡൈനോകോം, ഇങ്ങനെ കുറേ കമ്പനികൾ അവിടെ നിന്ന് വന്നിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മളൊരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും അവിടേക്കുള്ള സ്പോൺസർഷിപ്പ്. അപ്പം എന്താ പറയുക, കമ്പനിയിൽ പ്ലേസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടി വരും, ഇൻറ്റേർണലി പെർഫോം ചെയ്യേണ്ടി വരും നന്നായിട്ട്. അപ്പം ഇവിടെ മെയിനായിട്ട് ഡെക്കാഡത്തിൻ്റെ സ്പോൺസർഷിപ്പ്, GME അങ്ങനത്തെ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ടത് IMIയിൽ ഗേൾസിന് സ്പോൺസർഷിപ്പ് ഓൾറെഡി ഇനീഷ്യലി കൊടുക്കുന്നുണ്ട് എന്നുള്ള ലെവലിലും കേട്ടായിരുന്നു. അത് സെവൻ ഐലൻഡ്സിലും ഉണ്ട്. അപ്പം ഇത് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കമ്പനികളിലേക്ക് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട്നേഴ്സ്, അതായത് പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സാണ് ഇവരെ. ഇനി വരുന്നത് ഡെക്കാഡറ്റ്സ് അറ്റ് IMI നീഡ് സ്പോൺസർഷിപ്പ് ഫ്രം എ റെപ്യൂട്ടബിൾ ഷിപ്പിംഗ് കമ്പനി ടു ബി അഡ്മിറ്റഡ് ടു ദ DNS കോഴ്സ്. The company provides the cadet with an 18-month sea service slot on its ship and cadet receive a stipend during this time. ഇതെല്ലാ കമ്പനിയിലുള്ളതാണ്. സ്പോൺസർഷിപ്പ് കിട്ടിയതിന് ശേഷം ആ ഷിപ്പിംഗ് കമ്പനീൻ്റെ റെപ്യൂട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഷിപ്പിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്തിട്ട് ആ പ്ലേസ്മെൻറ്റിന് നമുക്കൊരു സ്റ്റൈപ്മെൻറ്റും തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തേർഡ് ഓഫീസറാവാം. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആംഗ്ലോ ഈസ്റ്റേൺ. ഞാൻ അപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആംഗ്ലോ ഈസ്റ്റേണിലാണ്. അപ്പം ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. DNSന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് www.ema.edu.in/DNS അടിച്ചാൽ തന്നെ ഇത് കിട്ടും. അപ്പം ഈ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പം
ഇപ്പോൾ കറൻ്റ്ലി ആംഗ്ലോ ഈസ്റ്റേണിൽ മോർ ദാൻ 700 ഷിപ്പ് ഉണ്ട് അറൗണ്ട് ഇപ്പം മാനേജ് ചെയ്യുന്നത്. അപ്പം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. പ്ലേസ്മെൻറ്റ് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. വെയിറ്റിംഗ് കുറവാണ്. നിങ്ങൾക്ക് എപ്പോൾ ഷിപ്പ് വേണമെങ്കിൽ ആ ഒരു ടൈമിൽ ഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവർ. മോർ ദാൻ 50 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക് ഈ മാരിടൈം ഇൻഡസ്ട്രിയിൽ. ഷിപ്പിംഗ് മാനേജേഴ്സ്, അതായത് ഇവർ ഒരു സമയത്ത് ഇവരൊക്കെ ആയിരുന്നു നമ്മളെ ഷിപ്പിങ്ങിലുള്ള ബാക്കി കമ്പനീസൊക്കെ നോക്കിക്കണ്ട് സാലറി ഡിസൈഡ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കമ്പനിയാണ്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആംഗ്ലോ ഈസ്റ്റേൺ റിലേറ്റഡ് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നൊരു കമ്പനിയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം അവരെ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ് 7 Island ഷിപ്പിംഗ് ലിമിറ്റഡ്. അപ്പോൾ 7 Island ഷിപ്പിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. പ്ലേസ്മെൻറ്റ് പാർട്ണർ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഷിപ്പുണ്ട്. 7 Island ഷിപ്പിംഗ് ലിമിറ്റഡിൻ്റെ ഷിപ്സും ഉണ്ട്. വി ഷിപ്സ്, സീസ്പാൻ, ഇത്രയും ഷിപ്പുകളാണ് വരുന്നത്. ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ച് ഡിലേ ഉണ്ടാവും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ. ഒരുപാട് ഷിപ്സ് വരുന്നില്ലല്ലോ, കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇവരെ പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സായിട്ട് വരുന്നുള്ളൂ. അപ്പം ഒരു കുറച്ച് ഡിലേ ഉണ്ടാവും, ലാഗ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരിക്കാം. അപ്പം ഇത് നിങ്ങളുടെ ഓപ്ഷൻ. അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവസാനം എന്നുള്ള ലെവലിൽ വെച്ചോ. ഫസ്റ്റ് ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ, സിംസ്, തൊളാനി പോലത്തെ സ്ഥലത്തേക്കൊക്കെ നോക്കിയിട്ടില്ല. അവസാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ നോക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ആ ലിങ്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് തൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നല്ല പേഴ്സൻറ്റേജ് പ്ലേസ്മെൻറ്റ് നടക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഇവർ കമ്പനിയല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഇവർ കമ്പനിയാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഷിപ്സ് ഇല്ല. പക്ഷെ മെജോറിറ്റി ഇവർ പ്ലേസ് ചെയ്യുന്നത്, സ്പോൺസർ ചെയ്യുന്നതൊക്കെ വേറെ പുറമെന്ന് വരുന്ന കമ്പനികളിലേക്കാണ്. ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, MSC, നോർട്ടൺ, സ്കോർപ്പിയോ മാനേജ്മെൻറ്റ്, തൊളാനി ഷിപ്പിംഗ്, ടോം, വി ഷിപ്സ്, വില്യംസൺ ഷിപ്പ് മാനേജ്മെൻറ്റ്, വാരൻ മറൈൻ സർവീസസ്, ഓറസ് ഷിപ്പ് മാനേജ്മെൻറ്റ്, DV ഷിപ്പിംഗ്, DRS മറൈൻ, ഏകലവ്യ ഷിപ്പ് മാനേജ്മെൻറ്റ്, ലില്ലി മാരിടൈം, സൺടെക് ഷിപ്പിംഗ് എക്സെട്ര. അപ്പോൾ ഇത്രയും കമ്പനികളിലേക്ക്, ഒരുപാട് കമ്പനികളിലേക്ക് ചില സമയത്ത് ആംഗ്ലോ ഈസ്റ്റേൺ അവിടെ പോയിട്ട് എടുക്കാറുണ്ട്. അതായത് DNSൽ പിള്ളേർ ഡെക്കാഡറ്റൊക്കെ കുറവ് വരുന്ന സമയത്ത് ആംഗ്ലോ ഈസ്റ്റേൺ, സിനർജി, അങ്ങനത്തെ കമ്പനികൾ അവിടെ പോയിട്ട് എടുക്കാറുണ്ട്. അപ്പം ഇത്രയാണ് ഇപ്പം DNS, അതായത് ഫെബ്രുവരി ബാച്ചിലേക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ. ഫെബ്രുവരി 2025 നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ഇതിൽ കിട്ടൂല. IMUCT 2024 നടന്ന, അതായത് ജൂണിൽ നടന്ന എക്സാം നിങ്ങൾ കട്ട് ഓഫ് റാങ്കിനുള്ളിൽ വന്നിരിക്കണം. അതായത് എലിജിബിൾ ആ ഒരു കട്ട് ഓഫ് റാങ്കിനുള്ളിൽ വന്നവർ മാത്രമാണ് ഈ ഫെബ്രുവരി 2025 DNS ബാച്ച് എടുക്കാൻ എലിജിബിൾ. അപ്പോൾ അത് ഓർമ്മയിൽ വെക്കാം. ഇത്രയാണ് കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ പറഞ്ഞ അത്രയും ഡീറ്റെയിൽ തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓരോ കമ്പനീനെ കുറിച്ചുള്ളത്. അപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആംഗ്ലോ ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി. കണ്ടോ, ആംഗ്ലോ ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിന് മാനേജസ് ഓവർ 700 വെസൽ അണ്ടർ ഫുൾ ടെക്നിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് അറൌണ്ട് 250 ഷിപ്സ് അണ്ടർ ക്രൂ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഷിപ്പുകളുണ്ട് ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ കയ്യിൽ. പിന്നെ വരുന്നത് ഇത് കമ്പനി സിംസ്. അപ്പോൾ ഇത് സിംസ് അല്ലത് 7 Islands. 7 Islands ഇവർക്ക് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിൽ ഇവരെടുക്കുന്നത് 80 കുട്ടികളുള്ള ബാച്ചാണ് ഇവരെടുക്കുന്നത്. 12 month പ്രീസി ട്രെയിനിങ്ങും അതേപോലെ 18 month ഷിപ്പ് ബോട്ട് ട്രെയിനിങ്ങും. ഫീസും കാര്യങ്ങളും ഡീറ്റെയിൽ ഇതിലുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15th December ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന് ഓർമ്മയില്ലേ ആ ഒരു ഇമേജിൽ കുറച്ച് ഷിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് വേണമെങ്കിൽ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് വെക്കാം, സ്റ്റാർട്ടിങ്ങിലെ ചാടിക്കയറി അപ്ലൈ ചെയ്യണമെന്നില്ല. പിന്നെ വരുന്നത് IMI നോയിഡയിൽ വരുന്നത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയില്ലേ. അപ്പോൾ അവിടേക്ക് ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്, അവർ സ്പോൺസർഷിപ്പ് എടുക്കുന്ന. അപ്പോൾ അവരെയും ഫോം ഓപ്പൺ ആയിട്ടുണ്ട്, അതും അപ്ലൈ ചെയ്യാം ലേറ്റ് ആക്കാതെ. ഗ്രേറ്റ് ഈസ്റ്റേണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രേറ്റ് ഈസ്റ്റേണിലേക്ക് ഏതൊക്കെ കമ്പനീസാണ് വരിക എന്നുള്ളത് ഞാൻ അത് അവിടെ നമ്മളെ സ്ലൈഡിലും കൊടുത്തിട്ടുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. അപ്പോൾ ഗ്രേറ്റ് ഈസ്റ്റേണിൽ DNS എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിലേക്ക് ഇപ്പം ഒരുപാട് പ്ലേസ്മെൻറ്റ് അവർ നടത്തിയിട്ടുണ്ട് ഓൾറെഡി. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പ്ലേസ്മെൻറ്റ് ഉറപ്പാണ്. പിന്നെ സിംസിൽ അതേപോലെ തന്നെ ഇവർ 100% ഇൻഹൗസ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കേഡറ്റ്സിന് ഫോർ ദ COC പ്രോഗ്രാം ആൻഡ് ഓൾ. അപ്പോൾ DGSൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ, എല്ലാം വരുന്നുണ്ട്. DGS എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. അപ്പോൾ ഇവരുടെ അണ്ടറിൽ വരുന്ന കോഴ്സസാണ് ഇതൊക്കെ.
മീൻസ് കോഴ്സുള്ള കമ്പനിയും RPS എല്ലാം ലൈസൻസ്ഡ് കമ്പനീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെയാണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇത്രയും കമ്പനി ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ട്, ഡു ഇറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് എന്താ പറയുക, പേഴ്സണലി ഒരു ഉറപ്പുള്ള, അതായത് ഇത് നല്ല കോളേജാണെന്ന് ഉറപ്പും അതേപോലെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന ഉറപ്പുള്ള കുറച്ച് കോളേജസിൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് വരുന്നത് തൊളാനിയിൽ വരുന്ന കുറച്ച് കമ്പനീസാണ്. അറൗണ്ട് 13 കമ്പനീസുണ്ട് അവരുടെ DNS പ്രോഗ്രാമിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അപ്പം ഇതും നല്ലൊരു ഓപ്ഷനാണ്. നന്നായിട്ട് പഠിക്കുക, എല്ലാ കമ്പനിയിലും മാക്സിമം അപ്ലൈ ചെയ്യുക. ഒരു കഴിയുകയാണെങ്കിൽ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇൻ്റർവ്യൂസിനുള്ള ട്രെയിനിങ്, അതേപോലെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂസിന് സ്പോക്കൺ ഇംഗ്ലീഷിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ കോച്ചിങ് എടുക്കുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർക്കാസ് അക്കാഡമി ആയിട്ടും ബന്ധപ്പെടാൻ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, 9846882534 വിളിച്ചാലും മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഹെൽപ്പും ചെയ്യാം, ഏതൊക്കെ കമ്പനിയിലേക്ക് ഓപ്പൺ ആവുന്നുണ്ട് എന്ന് പറയാം.